ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാട്ടിത്തെ കിളിക്കൂടിയിൽ നമ്മുടെ സുധീഷിൻ്റെയും നമ്മുടെ നിധിയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോയിലോട്ട് നമുക്ക് പോകട്ടോ. അങ്ങനെ നമ്മുടെ സുഭാഷിനും നികേഷിനും നിതീഷിനും ഒക്കെ ഭയങ്കര സങ്കടമാണ്. കാര്യം വേറൊന്നുമല്ല, നാളെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് വക്കീലിനെ പോയി കണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് അവർ പോവാണ്. കാരണം ഇവർ മ്യൂച്വൽ പെറ്റീഷനാണ് കൊടുത്തേക്കുന്നത്. രണ്ടു പേർക്കും ഡൈവേഴ്സിന് താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പെറ്റീഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ സുധീഷിനെ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധീഷിന് തൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയം നിധിയോട് തുറന്ന് പറയാനായിട്ട് ചെന്നപ്പോഴാണ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ. അപ്പോൾ നമ്മുടെ നിധിയോട് ഇത് പറയാൻ പറ്റില്ല. കാരണം നിധി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് സുധീഷിനത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അത് മനസ്സിലെ ആ ഒരു സ്നേഹം നിധി അറിയിക്കാനായിട്ട് സുധീഷിന് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ സുഭാഷിനൊക്കെ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അങ്ങനെ നിധിയും സുധീഷും തമ്മിലുള്ള ആ ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിധി ഈ വീട്ടിലുണ്ടാകില്ല എന്നത് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം വേറൊന്നുമല്ല, പിന്നെ എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ് നിധിയെ പിടിച്ചു നിർത്തണേ. ഇത്രയും നാളും തൻ്റെ അനുജനായ സുധീഷ് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് അവർ കൊണ്ടുവന്നതാണ് നമ്മുടെ നിധിയെ. അപ്പോൾ ഇനി നിധിയുടേതായിട്ടുള്ള ഒരു വഴിയിലോട്ട് തിരിഞ്ഞ് പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പം നികേഷിന് അതിനേക്കാളേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അവർക്കും അറിയില്ല. പക്ഷെ നിധിയോട് ചില കാര്യങ്ങൾ സുഭാഷിന് തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ അതിനൊരു അവസരം കിട്ടിയതുമില്ല. അങ്ങനെ നമ്മുടെ സുധീഷിനെ സമാധാനിപ്പിക്കാനായിട്ട് ഹരീഷും നികേഷും അതുപോലെ സുഭാഷും ഒക്കെ ഒത്തിരി ശ്രമിച്ചുവെങ്കിലും സുധീഷ് പറഞ്ഞു, അല്ല എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നിധിയോട് തൻ്റെ ഇഷ്ടങ്ങളൊന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതൊരു വാശിയായിട്ട് തന്നെ സുധീഷ് മനസ്സിൽ കരുതിയായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ സുധീഷ് അത്രയേറെ നിധിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം തിരിച്ചറിയാൻ നിധിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അപ്പം തലേ ദിവസം സുധീഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സുധീഷിനൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കുകയായിരുന്നു സുധീഷ്. കാരണം നാളെ ചെന്ന് കഴിഞ്ഞാൽ കോടതിയിൽ എന്താകും അങ്ങനെയുള്ള ടെൻഷൻ അതെല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നിധിക്ക് പ്രശ്നമില്ല. കാരണം നിധി എന്തായാലും ഈ ഒരു കാര്യം നിധി വിഷമം വരുന്ന ഒരു രീതിയിൽ നിധിക്ക് മനസ്സിലൊന്നും ഇല്ലല്ലോ. സുധീഷിനോട് പ്രണയമോ സ്നേഹമോ ഒന്നുമില്ല. അതുകൊണ്ട് നിധിക്ക് ഒരു ഡൈവേഴ്സ് വാങ്ങി പോകാമെന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ സുധീഷിനും കുടുംബത്തിനും അത് അങ്ങനെയല്ല. അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു നിധി. അപ്പോൾ എന്നേക്കുമായിട്ട് നിധി ഈ കുടുംബത്തിൽ നിന്ന് പോകും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഈ ഒരു ഡൈവേഴ്സ്. സുധീഷ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് എന്തായാലും കാണാം. തനിക്ക് ദൈവം വിധിച്ച പെൺകുട്ടിയാണെങ്കിൽ എന്തായാലും അവൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം സുധീഷിനുണ്ടായിരുന്നു. സുധീഷ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും നിധി നഷ്ടപ്പെടരുത് നിധി എനിക്ക് എന്നുള്ളൊരു പ്രാർത്ഥനയോടെയൊക്കെ നേരം വെളുത്തു. അങ്ങനെ നമ്മുടെ നിധി പതിവിൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയൊക്കെ ആവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നികേഷ് ഒന്നും അറിയാത്ത മട്ടിൽ, ഇന്ന് രാവിലെ തന്നെ റെഡിയായല്ലോ നിധി എടുത്തി, എങ്ങോട്ട് പോയെന്ന് ഓഫീസിൽ നേരത്തെ പോകണോ? അപ്പം നമ്മുടെ നിധി പറഞ്ഞു, അല്ല ഇന്ന് കോടതി പോകേണ്ട ദിവസമല്ലേ എന്ന് പറഞ്ഞു. അപ്പം നികേഷ് അറിയാത്ത മട്ടിൽ തന്നെ കോടതിയിൽ ആണോ, അപ്പം എന്തിനാ കോടതി പോകണമെന്ന് വെച്ചപ്പം നികേഷ് ഡൈവേഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ടോണ്ടിരുന്നതും നമ്മുടെ സുഭാഷ് പെട്ടെന്ന് കടന്നു വരികയാണ് അടുക്കളയിൽ നിന്ന്. വന്നിട്ട് നിധിയോട് പറഞ്ഞു, മോളെ എനിക്ക് മോളുടെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ മോളെ? നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് ജീവിച്ചൂടെ? നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമെന്ന് പറയും കേട്ടോ. അപ്പോൾ നികേഷും പറയും, എന്തിനാ നിധിയേട്ടത്തി ഡൈവേഴ്സൊക്കെ ചെയ്ത് അതിലേക്കൊക്കെ പോകണോ? അത് വേണം നികേഷ്, വേണം സുഭാഷ് ഏട്ടാ. കാരണം വേറൊന്നുമല്ല, ഞാൻ സുധീഷിനെ അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. സുഭാഷ് ഏട്ടനും നിങ്ങൾക്ക് നികേഷിനൊക്കെ കാര്യങ്ങൾ അറിയാലോ. നമ്മളൊരിക്കലും ഞാനും സുധീഷും പ്രണയിച്ചിട്ടില്ല. പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല ഞങ്ങൾ. സാഹചര്യങ്ങൾ ഞങ്ങളെ ഒരു
പ്രത്യേക സാഹചര്യം കൊണ്ട് ഞങ്ങൾ വിവാഹിതരായിപ്പോയവരാണ്. ഞാൻ കാരണം ഒരിക്കലും സുധീഷിൻ്റെ ജീവിതം പാഴായി പോകരുത്. സുധീഷിന് നല്ല ഭാവിയുണ്ട്. സുധീഷിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സുധീഷിൻ്റെ ആ ഭാവി ഞാൻ കാരണം നശിക്കരുത്. അതെനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാരണമാണ്. കാരണം എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് സുധീഷ് ബലിയേടായ ആൾ എന്ന രീതിയിലാണ് നമ്മുടെ നിധി പറഞ്ഞു വരുന്നത്. അപ്പോൾ സുഭാഷിന് പിന്നെ എന്ത് പറയണമെന്നറിയില്ല. കാരണം നിധിയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു സ്നേഹം ഇല്ല എന്നുള്ളത് സുഭാഷിന് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ നമ്മുടെ സുധീഷ് കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സുധീഷിനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊരിക്കലും ആ ഒരു രീതിയിൽ കാണാൻ കഴിയില്ല എന്നിങ്ങനെ നമ്മുടെ നിധി പറയണതാണ് സുധീഷ് കേൾക്കുന്നത്. സുധീഷിൻ്റെ ചങ്ക് പൊട്ട് നടക്കുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നിധിയുടെ വായിൽ നിന്ന് അപ്പോൾ തൻ്റെ സ്നേഹം തുറന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒരു പക്ഷേ സുധീഷിനോട് നിധി ഇത് തന്നെയായിരിക്കും മറുപടി പറയുക അല്ലേ. അപ്പോൾ എന്തായാലും അവർക്ക് പറയാൻ പറ്റുന്നതിലൊരു പരിധി ഉണ്ടല്ലോ, അതുപോലെയൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും നിധി ഈ രീതിയിലാണ് ആൻസർ കൊടുത്തത്. അത് കഴിഞ്ഞ് രണ്ടുപേരും കോടതിയിലോട്ടൊക്കെ പോവുകയാണ്. അങ്ങനെ കോടതിയിലെത്തി. അപ്പോൾ വക്കീലിനെ കണ്ടു. അപ്പോൾ നമുക്ക് കേസ് നിങ്ങളിപ്പോൾ ഇന്ന് കേസ് കോർട്ടിൽ ഫയൽ ചെയ്യാണ്. അപ്പം കോടതി എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് നിധിയും സുധീഷും കോടതിയിലൊക്കെ വരുന്നത്. അതൊരു വിവാഹമോചനം. ഒരുപാട് ആളും ഇതുപോലെയുള്ള പല കേസും പല ആൾക്കാരും ഓരോ വകുപ്പിലായിട്ടായിട്ട് ഇങ്ങനെ ഓരോ കേസൊക്കെ ആയിട്ട് വക്കീലന്മാരെ കൊടുത്ത് ആ കേസ് ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതി മൊത്തം ആൾക്കാരും ബഹളമൊക്കെയാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ സുധീഷും നിധിയും ചെല്ലുകയാണ്. അങ്ങനെ അവരെ വക്കീലിനെ കണ്ടു. അപ്പോൾ വക്കീൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നിങ്ങളെ കേസ് കൊടുക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും മ്യൂച്വലായിട്ട് തന്നെ ഇങ്ങനെ പരാതി തന്നതിൻ്റെ പേരിലാണ്. അപ്പം എന്തൊക്കെ കോടതിയിൽ ചോദിക്കും. കോടതിയിൽ ഡൈവേഴ്സിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഡൈവേഴ്സ് ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 1-2 കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തരും. അതിന് ശേഷം ചിലപ്പോൾ ഒരു 6 മാസം വരെ എടുക്കും. അപ്പം നിധി ചോദിച്ചു 6 മാസമോ? അപ്പം നമുക്ക് ഉടനെ ഒന്നും കിട്ടില്ലേ മാഡം എന്ന് ചോദിച്ചു കേട്ടോ ഡൈവേഴ്സ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഡൈവേഴ്സ് എന്ന് പറയണത് എന്താ, നിങ്ങൾ പറയും പോലെ ചില്ലറ കാര്യമൊന്നുമില്ല. കോടതിക്ക് ബോധ്യം വരണം നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബന്ധം വേർപെടുത്താനുള്ള കാരണം എന്താണ്, ആരുടെ ഭാഗത്താണ് തെറ്റ്, അതിന് പകരം നിങ്ങൾക്കൊരു കൗൺസിലിംഗ് തന്ന് നിങ്ങളുടെ മനസ്സിലെ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരമൊക്കെ തന്ന് നിങ്ങളെ വീണ്ടും ദാമ്പത്യത്തിലോട്ട് നയിക്കും. അതൊക്കെയാണ് കോടതി നോക്കുന്നത്. അല്ലാണ്ട് ഇന്ന് ചെന്നാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നും നിങ്ങൾക്ക് ഡൈവേഴ്സ് ഒന്നും ഉടനടി കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ നിധിയുടെ മനസ്സൊക്കെ ആകെ ഒരിതായി പോകണം. അപ്പം ഡൈവേഴ്സ് പെട്ടെന്ന് കിട്ടത്തില്ലേ. അതേസമയം നമ്മുടെ സുധീഷോ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വരാ ഒരിക്കലും നടക്കരുതേ ഈ ഡൈവേഴ്സ് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയായിട്ടാണ് നമ്മുടെ സുധീഷ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം കോടതിയിൽ അവരെ കേസ് ആണ് അടുത്തതായിട്ട് വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കോർട്ടിൽ കയറി അപ്പുറം ഇപ്പുറം നിൽക്കണം. അപ്പോൾ ജഡ്ജി ചോദിച്ചു, അല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് വിവാഹം വേർപെടുത്തണോ, എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നിധി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഒരുമിച്ച് എന്തായാലും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അല്ല അതിനൊരു കാരണം വേണമല്ലോ ജഡ്ജി ചോദിച്ചു. അപ്പോൾ അവരെ വക്കീൽ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചേർന്നാണ് ഒരു മ്യൂച്വൽ പെറ്റീഷൻ തന്നിക്കുന്നതെന്ന് ഇവരുടെ വക്കീൽ പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറഞ്ഞു അതെനിക്ക് കാണാമല്ലോ, മ്യൂച്വലാണെന്ന് ഇതിൽ ഉണ്ടല്ലോ. അല്ല ഈ ബന്ധം വേർപെടുത്താൻ എന്തെങ്കിലും തക്കതായ കാരണങ്ങളോ മറ്റോ ഉണ്ടോ എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുകയാണ്. അപ്പം നിധിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പെൺകുട്ടികളോടായിരിക്കുമല്ലോ കൂടുതലും ചോദിക്കുന്നത്, കോടതിക്ക് അനുകമ്പയും പെൺകുട്ടികളോടായിരിക്കുമല്ലോ. അങ്ങനെ നിധിക്ക് പരാതിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ കോടതി അപ്പം തന്നെ വിധിക്കുകയാണ്, നിങ്ങൾക്ക് കൗൺസിലിങ്ങിനായിട്ട് ടൈം തരികയാണെന്ന്. അപ്പോഴേക്കും കോടതി പിരിഞ്ഞടുത്ത കൗൺസിലിംഗ് ആണ്. അപ്പം നിധിയും സുധീഷും അവരുടെ വക്കീലിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അതെ നിങ്ങളെ കൗൺസിലിങ്ങിനായിട്ട് വിടുകയാണ്. കാരണം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 4 മാസമേ നിങ്ങൾക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ബന്ധം വേർപെടുത്താൻ നിങ്ങൾക്കിടയിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അവർ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെ വീണ്ടും ഒരു പുതിയ ദാമ്പത്യ ജീവിതത്തിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പം ആദ്യം സുധീഷിൻ്റെ അടുത്ത് പുറത്തിരിക്കാൻ പറയും കേട്ടോ. എന്നിട്ട് നിധിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. എത്ര നാൾ
നാളായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ബന്ധം വേർപെടുത്തുന്നത്, അതിനുള്ള കാരണം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ബന്ധം വേർപെടുത്താൻ കാരണം നമ്മൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. കാരണം നമ്മുടെ ദാമ്പത്യ ജീവിതം ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല, രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണ് എന്നൊക്കെ നിധി ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട് കേട്ടോ. വക്കീൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൊഴി വെച്ചിട്ടാണ് നമ്മുടെ നിധി അടിച്ച് വിടുന്നത് ഡയലോഗ്. അവസാനം നിധിയുടെ അടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് സുധീഷിനെ കയറ്റിയാണ് കൗൺസിലിങ്ങിന്. അപ്പോൾ സുധീഷിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താണ് കാരണം ബന്ധം വേർപെടുത്താനുള്ള? സുധീഷ് പറഞ്ഞ്, എനിക്ക് ഒരിക്കലും ബന്ധം വേർപെടുത്തണ്ട, എൻ്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് ഞാൻ മ്യൂച്വലായിട്ട് ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തത്. എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും നിധിയുടെ കൂടെ ഒരു ഭർത്താവായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ അന്താളിക്കാണ്, ഇതെന്താണ്, ഒരാൾക്ക് ബന്ധം വേർപെടുത്തണം, ഒരാൾക്ക് ബന്ധമേ വേർപെടുത്തണ്ട, രണ്ടുപേരും എന്നാൽ മ്യൂച്വലായിട്ട് പെറ്റീഷൻ തരുകയും ചെയ്തു. അപ്പോൾ സുധീഷ് പറഞ്ഞു, മേഡം അത് വേറൊന്നും കൊണ്ടല്ല, നിധി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പെറ്റീഷൻ ഞാൻ എഴുതാൻ ഒപ്പിട്ട് തരാൻ കാരണമായത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുധീഷ് പറയും കേട്ടോ. അവസാനം ഒടുവിൽ കൗൺസിലിംഗ് ഒക്കെ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ ആ ഒരു സത്യങ്ങളും കാര്യങ്ങളും അവരോട് തുറന്ന് പറയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, അത് നിധിയാണ്. ആ സ്നേഹം അവൾ എപ്പോഴെങ്കിലും തിരിച്ചറിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ മനസ്സിലാക്കാനോ എൻ്റെ സ്നേഹം തിരിച്ചറിയാനോ അവൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം സുധീഷിൻ്റെ മനസ്സിൽ ഇങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഭാര്യയായ നിധിക്ക് നേർ ഓപ്പോസിറ്റും, ഞങ്ങൾക്ക് ഡൈവേഴ്സ് വേണം എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നാളെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും വിവാഹം ബന്ധം വേർപെടുത്തുമോ, കോടതി അത് അംഗീകരിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ അടുത്തതായി വരുന്ന പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.